ക്യാൻസർ ചികിത്സയ്ക്കില്ല, പക്ഷേ കുഴിനകത്തിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. CPM-ന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താവുന്ന തരത്തിലുള്ള ക്യാൻസറിനെ ആംപ്യൂട്ടേറ്റ് ചെയ്ത് ചികിത്സിച്ചാൽ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും പാർട്ടിയുടെ ഉയിര് തിരിച്ചടിക്കാമെന്നിരിക്കെ അതിന് മുതിരാതെ ചെറുവിരലിലെ കുഴിനകത്തിൽ ആശങ്കപ്പെട്ട് അതിന് വിദഗ്ധ ചികിത്സയ്ക്കായി ഒരുങ്ങുകയാണ് പാർട്ടി നേതൃത്വം. ക്യാൻസർ അവിടെ നിൽക്കട്ടെ, കുഴിനകത്തിനാണിപ്പോൾ ചികിത്സ വേണ്ടതെന്നാണ് അവരുടെ കണ്ടെത്തൽ. ഏതാണ്ട് ഈ നിലപാട് ശരിവെക്കുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിന്റെ സാരാംശം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കടുത്ത പരാജയത്തിന് കാരണം പിണറായി വിജയന്റെ ഏകാധിപത്യപരമായ പ്രവർത്തനങ്ങളും നടപടികളുമാണെന്ന് CPM-ഉം CPI-യും അവരുടെ വിവിധ ഘടകങ്ങളിലായി നടത്തിയ അവലോകന സമ്മേളനങ്ങൾ ആവർത്തിക്കുമ്പോഴും അതിനെ നിസ്സാരവൽക്കരിച്ച് യാതൊരു തിരുത്തൽ നടപടികൾക്കും ഒരുങ്ങാതെ പഴയ രീതികൾ തുടരുമ്പോഴും EP ജയരാജൻ ജാവദേക്കറെ കണ്ടതിൽ ഗൗരവമുള്ള പരിശോധനയ്ക്ക് CPM ഒരുങ്ങുകയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രസ്താവിച്ചത്. പാർട്ടിയുടെ നെടുന്തൂണായ പിണറായിയെ മാറ്റുന്ന കാര്യം CPM-ന് മുന്നിലില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഒരു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദന്റെ ഈ പ്രതികരണം. എന്നാൽ EP ജയരാജൻ ജാവദേക്കറെ കണ്ടത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചിരുന്നു, അതാണ് സകല പ്രശ്നങ്ങളുടെയും തോൽവിയുടെയും മൂലകാരണം എന്നാണ് ഗോവിന്ദൻ ആചാര്യന്റെ കണ്ടെത്തൽ. ജനങ്ങളുടെയും പാർട്ടിയുടെയും കീഴ്ഘടകങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുവാൻ കഴിവില്ലാത്ത, നട്ടലില്ലാത്ത പേടിത്തൊണ്ടനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്നത് എന്ന് അവലോകനം നടത്തിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പായാണ് ഇത്തരമൊരു നനഞ്ഞ പ്രതികരണവുമായി ഗോവിന്ദൻ എത്തിയിരിക്കുന്നത്. TP വധക്കേസ് പ്രതികളെ 20 വർഷത്തേക്ക് ശിക്ഷയിൽ ഇളവ് നൽകുവാൻ പരിഗണിക്കുക പോലും ചെയ്യരുത് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് TP ചന്ദ്രശേഖരനെ 52 വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയ പാർട്ടിയുടെ ഗുണ്ടകൾക്ക് ശിക്ഷയിൽ ഇളവ് തേടി സർക്കാർ റിപ്പോർട്ട് നൽകിയത് എന്നത് പിണറായിസം തന്നെ തുടരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാർട്ടിയാകുന്ന നൗകയുടെ അമരത്തിരുന്ന് വലിയ ദ്വാരമുണ്ടാക്കി കപ്പൽ മുക്കുന്ന തീവട്ടിയെ എടുത്ത് പുറത്തു കളയാതെ ആർക്കും ഒരു ഗുണവും ദോഷവും ഇല്ലാതെ വെറുതെ മാനത്തോട്ട് നോക്കി നിന്ന ഒരു തടിയനെ കപ്പൽ മുക്കുവാൻ ശ്രമിച്ചു എന്നാരോപിച്ചെടുത്ത് വെള്ളത്തിലെറിയുവാൻ തീരുമാനമെടുത്തതുപോലെയായി പോയി ഇത്. കപ്പിത്താൻ കപ്പലിന് വലിയ ദ്വാരങ്ങൾ ഇടുമ്പോഴും വെള്ളം കയറി കപ്പൽ മുങ്ങുമ്പോഴും കഴുത്തുവരെ വെള്ളത്തിൽ മുങ്ങി നിന്ന് അടിമകൾ വിളിച്ചു പറയുകയാണ്, ഈ കപ്പൽ ഉലയില്ല, മുങ്ങില്ല, ഇതിൻ്റെ കപ്പിത്താൻ പഴയ പുലിയാണെന്ന്. ആ കുളത്തെ ഫ്ളാറ്റിൽ പ്രകാശ് ജാവദേക്കറെ ദല്ലാൽ നന്ദകുമാർ എത്തിച്ചതും ED-യെ വെച്ച് മുഖ്യനെയും മകളെയും പണിയരുതെന്ന് അപേക്ഷിച്ച കാര്യമെല്ലാം ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും K സുധാകരനും ഒക്കെ ചേർന്ന് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വിളിച്ചു പറഞ്ഞതും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതുമെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ജയരാജൻ ഇപ്പോൾ പറയുന്നത്. പോലീസിന്റെ കണ്ണൂർ സ്ക്വാഡ് അന്വേഷിക്കണമെന്നാണ് EP-യുടെ എളിയ ആവശ്യം. ആ ആവശ്യം പാർട്ടി അനുവദിച്ചു കൊടുത്തു. അല്ലെങ്കിൽ വേറെ വല്ല കൊള്ളാവുന്ന ഏജൻസിയും അന്വേഷണം നടത്തിയാൽ പാളിപ്പോകും. അന്വേഷണം നടത്തുന്നത് കണ്ണൂർ സ്ക്വാഡാണെങ്കിൽ ഗൂഢാലോചന നടത്തിയത് പിണറായിയും ജയരാജനും ചേർന്നാണ് എന്നത് മാത്രം കണ്ടുപിടിക്കില്ല. 2 കൊല്ലം അന്വേഷണം തകൃതിയായി നടക്കും. ആരെങ്കിലും ചോദിച്ചാൽ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്, അതുവരെ കാത്തിരിക്കുക എന്ന് പറയാം. അതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും കോൺഗ്രസ്സുകാരുടെ പ്രാർത്ഥനകൾക്കും നേർച്ചകൾക്കും ഫലമുണ്ടായി. അവരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 സീറ്റുകളിലും വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യ മന്ത്രിപദത്തിൽ പിണറായി വിജയൻ തന്നെ തുടരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.